നിയോഗത്താലി ഭാഗം 43. നീ ആ സെക്യൂരിറ്റി കുറച്ച് സമയത്തേക്ക് മാറ്റ്. കുറച്ചു ദൂരെയുള്ള ബഹുനില കെട്ടിടത്തിലേക്ക് ചൂണ്ടി പുറകിലിരിക്കുന്ന കിരണിനെ നോക്കി പറഞ്ഞു മനു. ഡാ, അയാൾ ഇവിടെയാണോ താമസം? മുൻപിലുള്ള പരിചിതമായ അപ്പാർട്ട്മെൻറ്റ് നോക്കി മിഴിഞ്ഞ കണ്ണുകളോടെ മിഥുൻ ചോദിച്ചു. ഐ തിങ്ക് വി മേ ഗെറ്റ് എ ക്രൂഷ്യൽ ക്ലൂ ഫ്രം ദാറ്റ്. ലെറ്റ്സ് ചെക്ക്. ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് മനു കാറിൽ നിന്നിറങ്ങി അവിടെ തന്നെ നിന്നു. കൂടെ മിഥുനുമുണ്ട്. കിരണും ആൽഫിയും സെക്യൂരിറ്റിയെ അവിടെ നിന്ന് മാറ്റാനായി എൻട്രൻസ് ഏരിയയിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് സെക്യൂരിറ്റി ചേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞ് അയാളുടെ ഷോൾഡറിൽ കൈയിട്ട് അവർക്ക് എതിർവശത്തുള്ള റോഡിലൂടെ മുൻപോട്ട് നടന്നു പോകുന്ന കിരണിനെയും ആൽഫിയെയുമാണ്. കൺമുന്നിൽ നിന്ന് അവർ മറഞ്ഞപ്പോൾ മിഥുനും മനുവും ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് സെക്യൂരിറ്റി റൂമിലേക്ക് കയറി. ആദ്യം തന്നെ അവർ പരിശോധിച്ചത് CCTV വിഷ്വൽസ് ആണ്. യെസ് വി ഗോട്ട് ഇറ്റ്. ഇത് പ്രകാരം അന്ന് നടന്നതൊരു കൊലപാതകമാകാനാണ് സാധ്യത, അല്ലേ അബി? മുന്നിൽ കാണുന്ന ദൃശ്യത്തിൽ കണ്ണു നട്ടിരിക്കുന്ന മനുവിനെ നോക്കി മിഥുൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ പ്രതീക്ഷിക്കാതിരുന്ന തെളിവ് കിട്ടിയ സന്തോഷം നിറഞ്ഞു. പക്ഷെ ഇതുമാത്രം പോരാ, തെളിവുകൾ ഇനിയും വേണം. നീ ആ 7Bയുടെയും 8Aയുടെയും ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചിലപ്പോൾ അവിടെ നമ്മളെയും കത്തി എന്തെങ്കിലും ഒരു ലീഡ്സ് ഉണ്ടാവും. മിഥുൻ വേഗം തന്നെ മുന്നിൽ കാണുന്ന കീ ഹോൾഡേഴ്സ് ചെക്ക് ചെയ്തു. അവസാനം തേടിയ കീ കയ്യിൽ കിട്ടുമ്പോഴേക്കും മനു വിഷ്വൽസൊക്കെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുത്തിരുന്നു. അവർ വേഗം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡോർ അടച്ച ശേഷം ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ പലതും കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷം മിഥുനിൻ്റെയും മനുവിൻ്റെയും മുഖത്ത് നിറഞ്ഞു. ഡൺ എന്ന് കിരണിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വിട്ട ശേഷം അവരെ വെയിറ്റ് ചെയ്ത് 2 പേരും കാറിൽ കയറിയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു നടക്കുന്ന സെക്യൂരിറ്റിയെ ചേർത്ത് പിടിച്ച് കിരണും ആൽഫിയും വന്നു. സൂക്ഷ്മതയോടെ അയാളെ സെക്യൂരിറ്റി റൂമിൽ ഇരുത്തിയ ശേഷം 2 പേരും ദൂരെ പാർക്ക് ചെയ്ത കാറിലേക്ക് വന്നു കയറി. കിട്ടിയോടാ? ആകാംക്ഷയോടെ മനുവിനെ നോക്കി കിരൺ. കിട്ടി. അയാളെ അടിമുടി പൂട്ടാൻ ഇതുമാത്രം പക്ഷെ പോരാ. ഡ്രഗ് സോഴ്സുമായി ബന്ധപ്പെട്ട് കൂടി തെളിവുകൾ ആവശ്യമാണ്. അതുകൂടി കിട്ടിയാൽ അയാളെ ഈ ജന്മം പുറം ലോകം കാണിക്കില്ല ഞാൻ. വണ്ടി മുൻപോട്ടെടുത്തുകൊണ്ട് പറയുമ്പോൾ മനുവിൻ്റെ മുഖം മുറുകി നിന്നു. മിഥുൻ ലാപ്പിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് വിഷ്വൽസ് കിരണിനെയും ആൽഫിയെയും കാണിച്ചു. അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ട ആളുടെ യഥാർത്ഥ രൂപം അവരിൽ ഞെട്ടലോടൊപ്പം തന്നെ വെറുപ്പും ദേഷ്യവും പകയും വളർത്തി. കാർ മുൻപോട്ട് നീങ്ങുമ്പോൾ അവർക്കിടയിൽ ചർച്ചയായത് അടുത്ത നീക്കങ്ങളെക്കുറിച്ചാണ്. ഇനി അടുത്ത യാത്ര മലപ്പുറത്തേക്കാണ്. മനു മുൻപിലെ റോഡിൽ നിന്ന് മിഴി മാറ്റാതെ പറഞ്ഞു. നീ വരണ്ട അബി. സച്ചു, അവളുടെ അടുത്ത് നീ വേണം. നാളെ ഞങ്ങൾ പോയിട്ട് വരാം. കിരൺ മനുവിനെ തടഞ്ഞു. മനു പുറകിലിരിക്കുന്നവനെ തിരിഞ്ഞൊന്ന് നോക്കി കണ്ണുരുട്ടി. അല്ലേലോ അവളെ വിട്ട് ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഞാൻ നിങ്ങളോട് പോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ അല്ലേലും സാരെന്ന് പോകില്ലെന്ന് എനിക്കറിയാം. നാളെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മനു മൂവരോടുമായി നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു. ഉച്ചയ്ക്ക് മനുവിൻ്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും 4 പേരും ക്ഷീണിച്ചിരുന്നു. സച്ചുവും മൈഥിലിയും അവരെയും കാത്ത് ഫുഡും റെഡിയാക്കി ഇരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം ഫ്രഷായ ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. കുറച്ചു സമയം സച്ചുവിൻ്റെ കൂടെ ചെലവഴിച്ചതോടെ മൈഥിലി സച്ചുവുമായി നല്ല കമ്പനിയായി. സച്ചുവിനും ആദ്യം അവളോട് തോന്നിയ അകൽച്ച മാറി. അല്ലെങ്കിലും മൈഥിലി മനുവിനും സച്ചുവിനും ഇടയിലേക്ക് ഒരിക്കലും കയറി വന്നിട്ടില്ലല്ലോ. മനു അവളുടെ പുറകെ നടന്നതുപോലും മൈഥിലിക്ക് അറിയില്ല. മൈഥിലിക്ക് മനു അവളുടെ ക്ലാസ്മേറ്റും അവളുടെ കിച്ചേട്ടൻ്റെ സുഹൃത്തു മാത്രമാണ്.
അത് മനസ്സിലാക്കിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ മൈഥിലിയുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടതുകൊണ്ടാകാം സച്ചുവിന് അവളോട് അടുത്തപ്പോൾ വർണ്ണികയോടുള്ളതുപോലൊരു അടുപ്പം ഫീൽ ചെയ്തു. എല്ലാവർക്കും ഫുഡ് വിളമ്പിയ ശേഷം അടുത്തിരുന്ന് കഥകൾ പറഞ്ഞ് കഴിക്കുന്ന സച്ചുവിലും മൈഥിലിയുമായിരുന്നു എല്ലാവരുടെയും മിഴികൾ. ഒരിക്കൽ കൂടി കണ്ണിൽ ആ ദൃശ്യം നിറച്ച് കൈ കഴുകാൻ എഴുന്നേറ്റ കിരണിൻ്റെ ചുണ്ടിൽ മന്ദഹാസം വിരിഞ്ഞു. നിങ്ങൾ ആ സെക്യൂരിറ്റി ചേട്ടനെ എങ്ങോട്ടട കൊണ്ടുപോയേ? ബിരിയാണി കഴിച്ച ക്ഷീണം മാറാൻ മിൻറ്റ് ലൈം ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് 4 പേരും. മൈഥിലിയുടെയും സച്ചുവിൻ്റെയും ടീ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അവർ കിച്ചണിലാണ്. എല്ലാം കഴുകി ഒതുക്കി വെക്കുകയാണ് ഇരുവരും. നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ 2 അടിക്കാൻ പോയതാ. മിഥുനെ നോക്കി കിരൺ ഒറ്റ കണ്ണിറക്കി. ആ, അയാളുടെ നടത്തം കണ്ടപ്പോൾ തന്നെ തോന്നി. എന്നാലും നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ അയാൾ എങ്ങനെ വന്നു? ഇപ്പോൾ സംശയം മനുവിലാണ്. നിനക്കപ്പോൾ ആളെ മനസ്സിലായില്ലേ? അത് നമ്മുടെ വർഷയുടെ തന്തയാണ്. ആ SMൽ പഠിക്കുന്നത് വെളുത്തു മെലിഞ്ഞൊരു നരുന്ത് പെണ്ണില്ലേ, അവളുടെ അച്ഛൻ പൈൻ്റെ സുഗടനാ. അത് അയാൾക്ക് പണ്ട് നീയും ഇവനും കൂടി എത്ര കുപ്പി വാങ്ങിക്കൊടുത്തതാ. ആ പെണ്ണിനെ വളക്കാൻ വേണ്ടി മാത്രം അയാളെ കുടിപ്പിച്ച് ഡെയിലി വീട്ടിലെത്തിച്ചിരുന്ന മുതലുകളല്ലേ നിങ്ങൾ? ആൽഫിയെ പുരികമുയർത്തി കാണിച്ചുകൊണ്ട് മനുവിനെ നോക്കി ആക്കി ചിരിച്ചു കിരൺ. കിരണിൻ്റെ തുറന്നടിച്ചുള്ള പറച്ചിലും ആക്കിയ ചിരിയും കാണെ മനു ആദ്യം ഏന്തി വലിഞ്ഞ് നോക്കിയത് കിച്ചണിലേക്കാണ്. സച്ചു കേട്ടില്ലെന്ന ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചൊന്ന് ആഞ്ഞു ശ്വാസം വിട്ട ശേഷം കിരണിനെ ദയനീയമായി നോക്കി അവൻ. കൊലയ്ക്ക് കൊടുക്കല്ലേടാ തെണ്ടി എന്നൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ. കിരണിൻ്റെ ചിരി ഉച്ചത്തിലായി. ആൽഫിക്കത് തീരെ പിടിച്ചിട്ടില്ല. നീ അധികം ചിരിക്കണ്ട, നീയും അത്ര നല്ല പിള്ളയൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ചിരിക്കാൻ അല്പമെങ്കിലും അർഹതോ അവനാണ് മിഥുന്. നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവൻ ഇന്നേ വരെ ആരുടെ പുറകെയും തീറ്റ തേടി പോയിട്ടില്ല. അവനില്ലാത്ത കിണിയാണ് ഇവന്. ആൽഫി പറഞ്ഞുകൊണ്ട് കിരണിൻ്റെ പുറത്തിട്ട് 2 കുത്തു കൊടുത്തു. ആ സമയം മനു പുറകിലൂടെ ചെന്ന് കിരണിൻ്റെ ഇടതു കൈ പിടിച്ചു തിരിച്ചു. മൂവരും തല്ലുകൂടുന്നതിനിടെയാണ് സച്ചുവും മൈഥിലിയും അവിടേക്ക് കടന്നു വന്നത്. അതുവരെ തല്ലുകൂടിയവന്മാർ അവരെ കണ്ടതോടെ ഡീസൻ്റായി കിരണിനെ വിട്ട് അവരവരുടെ സീറ്റിലേക്കിരുന്നു. വേദനിച്ച ഇടതുകൈ തടവിക്കൊണ്ട് നിവർന്ന കിരൺ കാണുന്നത് കണ്ണ് നിറച്ച് അവനെ നോക്കുന്ന മൈഥിലിയെയാണ്. നോട്ടമിടഞ്ഞപ്പോൾ കിരൺ വേഗം കണ്ണുകൾ പിൻവലിച്ചു മുഖം മാറ്റി. കിരൺ മുഖം തിരിച്ചപ്പോൾ ഉള്ളിലുയർന്ന വേദന വല്ലാതൊരു നീറ്റൽ പടർത്തിയെങ്കിലും അത് പുറമേ കാണിക്കാതെ മൈഥിലി സച്ചുവിനരികിലേക്കിരുന്നു. ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഇരുവരോടും മനു പറയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ ഇരുവരിലും ഉണ്ടായെങ്കിലും ആ ക്രിമിനൽ ഇനി ഒരിക്കലും പുറത്തേക്ക് വരാനാവാത്ത വിധം മനു അയാളെ പൂട്ടുമെന്നൊരു വിശ്വാസം 2 പേരിലും ആശ്വാസമുണ്ടാക്കി. രാത്രിയോടെ ആൽഫിയും മിഥുനും യാത്ര പറഞ്ഞു പോയെങ്കിലും കിരൺ അന്നും അവിടെ തങ്ങി. പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും കിരണിൻ്റെ ഒരു കരുതൽ മൈഥിലിക്കുണ്ടായിരുന്നു. മൈഥിലിയും സച്ചുവും അന്ന് ഒരുമിച്ച് കിടന്നപ്പോൾ മനു കിരണിൻ്റെ കൂടെ അന്നത്തെ രാത്രി തള്ളിവിട്ടു. പിറ്റേ ദിവസം രാവിലെ തന്നെ മൈഥിലിയെ കൊണ്ടുപോകാൻ മോഹിത്ത് എത്തി. മോഹിത്ത് തൻ്റെ സുഹൃത്താണെന്ന് കിരൺ പറഞ്ഞിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ആഴം ഏറിയതാണെന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. വന്നതു മുതൽ കിരണും മോഹിത്തും ഒരുമിച്ചാണ്. ആരും കേൾക്കാതെ ചിരിയോടെ പരസ്പരം എന്തൊക്കെയോ പറയുന്നവരിലാണ് എല്ലാവരുടെയും കണ്ണുകൾ. അവരുടെ അടുപ്പം മനുവിൽ കുശുമ്പ് വിരിയിച്ചെങ്കിലും അവനത് പുറമെ കാണിച്ചില്ല. ഇറങ്ങാൻ നേരം മൈഥിലി സച്ചുവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. സച്ചുവും അവളെ പൊതിഞ്ഞു പിടിച്ചു. അന്നേരം മനുവിനോടായി തലകുലുക്കി യാത്ര ചോദിച്ച് അവൾ എത്തിയത് കിരണിൻ്റെ അടുത്താണ്. അതുവരെ അവളെ വീക്ഷിച്ചവൻ ക്ഷണനേരം കൊണ്ട് നോട്ടം മാറ്റി. കിരണിൻ്റെ തൊട്ടടുത്ത് തന്നെ ചേർന്ന് നിന്ന് മോഹിത്തുമുണ്ട്. അവൻ്റെ കൈ കിരണിൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞേട്ടാ, എനിക്ക് കിച്ചേട്ടനോടൊന്ന് തനിച്ച് സംസാരിക്കണം. മോഹിത്തിൻ്റെ കൈകൾ കിരണിൽ നിന്നകന്നു. കിരണിൻ്റെ കണ്ണുകൾ മോഹിത്തിനെ തേടി. മോഹിത്ത് അവനെ നോക്കിക്കൊണ്ട് കണ്ണടച്ച് ആശ്വസിപ്പിച്ചു. കിരൺ മോഹിത്തിനെ ഒന്നുകൂടി നോക്കിയ ശേഷം റൂമിലേക്ക് നടന്നു. പുറകെ ഉള്ളിലുള്ള സങ്കടക്കടലിൻ്റെ കാഠിന്യത്തിൽ വിറയ്ക്കുന്ന ശരീരത്തോടെ ഇടറുന്ന കാലടികളോടെ മൈഥിലിയും.
റൂമിലെത്തിയ ശേഷം കിരൺ തിരിഞ്ഞു നോക്കി. ചുവന്ന് വിങ്ങിയ മുഖത്തോടെ വരുന്നവളോട് ആ നിമിഷം അവന് വല്ലാത്തൊരു കാരുണ്യം തോന്നി. അവളുടെ അവസ്ഥയിൽ സങ്കടവും. പക്ഷേ അവൻ പുറമെ ഒന്നും കാണിക്കാതെ കനത്ത മുഖത്തോടെ തന്നെ നിന്നു. കലങ്ങിയ മിഴികൾ ഉയർത്തി നോക്കിയ മൈഥിലി കാണുന്നത് അവൻ്റെ ഗൗരവമേറിയ മുഖമാണ്. നൊമ്പരക്കടലിൻ്റെ ആഴം കൂട്ടാൻ പാകത്തിലുള്ള ഭാവം. അവളുടെ ഉള്ളമൊന്നു തേങ്ങി. എന്നാലും ഉള്ളിലുള്ളത് പറയണമെന്നവൾ നിശ്ചയിച്ചു. ആർക്കും ശല്യമാവാൻ വയ്യ, മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാനും വയ്യ. തന്നെ വേണ്ടാത്തതിൻ്റെ കാരണം ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നു. ഉള്ളം കീറി മുറിക്കുന്ന സത്യമാണതെങ്കിലും ആ സത്യത്തെ ഉൾക്കൊണ്ടേ മതിയാകൂ. കിച്ചേട്ടൻ ഇനി എന്നോട് പിണങ്ങരുത്, മിണ്ടാതെയും ഇരിക്കരുത്. കിച്ചേട്ടൻ്റെ മുന്നിൽ ഞാനൊരു ശല്യമായി ഇനി വരില്ല. എൻ്റെ സഹോദരൻ്റെ സന്തോഷം തച്ചുടക്കാൻ മാത്രം ദുഷ്ടയല്ല ഞാൻ. എനിക്കറിയില്ലായിരുന്നു കിച്ചേട്ടനാണ് ആ ആളെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്കിടയിൽ വരില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. മറക്കാം ഞാൻ. ഒരല്പം സമയം വേണം എനിക്ക്. കൈകൾ കൂപ്പി സങ്കടം തിങ്ങി നിറഞ്ഞു തൊണ്ടയിൽ കുരുങ്ങി നിന്ന വാക്കുകളെ മൈഥിലി പുറത്തേക്ക് വിടുമ്പോൾ കിരൺ മറുപടി ഏതും നൽകാതെ മറ്റെങ്ങോ ദൃഷ്ടിയൂന്നി. ആ നോട്ടം പോലും അവളിലേക്ക് എത്താതിരുന്നപ്പോൾ സ്വയം പുച്ഛം തോന്നിയ മൈഥിലിക്ക്. എൻ്റെ കുഞ്ഞേട്ടൻ്റെ പ്രാണൻ എന്നും എനിക്കെൻ്റെ ഏട്ടനോളം പ്രിയമായിരിക്കും. വേറൊരു കണ്ണിൽ ഞാൻ ഇനി കാണില്ല. അരുതാത്തത് പറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഗദ്ഗതമടക്കി നിറഞ്ഞ മിഴികൾ തൂത്തവൾ പുറത്തേക്കിറങ്ങി. നിർവികാരനായി കിരണം പുറകെ പോയി. ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി മോഹിത്തിൻ്റെ കൈപിടിച്ച് മൈഥിലി ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രണയത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു. മൈഥിലി പോയതിനു പുറകെ കിരണും മിഥുനും ആൽഫിയും മലപ്പുറത്തേക്ക് വിട്ടു. കോളേജിൽ ടൂർ പ്രമാണിച്ച് 4 ദിവസത്തേക്ക് ലീവ് പറഞ്ഞതുകൊണ്ട് സച്ചുവും മനുവിനും കോളേജിൽ പോകേണ്ട. പിറ്റേന്ന് ശനിയായതുകൊണ്ടും ഇനി 3 ദിവസം വീട്ടിൽ തന്നെയാണ്. കുറേ നാളായി മനു ഓഫീസിൽ മുഖം കാണിച്ചിട്ട്. സച്ചുവിനെ തനിച്ച് വീട്ടിലിരുത്തി പോകാനും ഭയം. മനു കൃഷ്ണേട്ടനെ വിളിച്ചു പറഞ്ഞ് വെരിഫൈ ചെയ്യാനുള്ള ഫയലുകളൊക്കെ വീട്ടിലേക്ക് എത്തിപ്പിച്ചു. കൂടാതെ ആ 3 ദിവസവും സ്റ്റാഫ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായി വീഡിയോ കോൺഫറൻസിങ്ങും അറേഞ്ച് ചെയ്തു. ഈവനിങ് ആയപ്പോൾ ഹൈദരാബാദ് എത്തി എന്നറിയിച്ചുകൊണ്ട് മൈഥിലിയുടെ കോൾ സച്ചുവിനെ തേടിയെത്തി. കുറേ നേരം പരസ്പരം സംസാരിച്ചിട്ടാണ് അവർ ഫോൺ വെച്ചത്. അവർക്കിടയിൽ ഇപ്പോൾ വല്ലാതൊരു ബോണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കിരണും കൂട്ടരും പിറ്റേന്ന് വൈകുന്നേരമായപ്പോഴാണ് തിരിച്ചെത്തിയത്. പോയ കാര്യം നടത്താൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായി 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞൊരു ദിവസം സാലിഹിൻ്റെ വൈഫിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അവരുടെ ബന്ധുക്കൾ SP-ക്ക് പരാതി നൽകി. കിരണൊക്കെ പോയി സംസാരിച്ച ശേഷം ബന്ധുക്കൾക്കിടയിൽ അതൊരു ചർച്ചയായിട്ടുണ്ടാകും. അതായിരിക്കാം ഒരു തീരുമാനത്തിന് അല്പസമയം അവർ എടുത്തത്. പിന്നീടുള്ള ദിവസങ്ങൾ മനുവിനും കൂട്ടുകാർക്കും തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. ആർക്കും സംശയം തോന്നിക്കാത്ത വിധം അവരുടെ അന്വേഷണങ്ങൾ മുൻപോട്ട് പോയി. പ്രൊജക്റ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കോളേജിൽ പോകണ്ടെങ്കിലും അവരിൽ ആരെങ്കിലും ഒരാൾ കോളേജിൽ കൃത്യമായി പ്രസൻസ് വെച്ചു. കാരണം ശത്രു അതിനുള്ളിലാണ്. അയാൾ പിടിക്കപ്പെടുന്നത് വരെ അയാളിൽ ചുറ്റിപ്പറ്റി തന്നെ അവരുടെ കണ്ണുകൾ വേണം. മനുവിൻ്റെ അച്ഛൻ്റെ പരിചയത്തിലുള്ള പോലീസുകാരൻ്റെ സഹായവും അവർ തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായാണ് ഓരോ കരുക്കളും അവർ നീക്കിയത്. ആ ദിവസങ്ങളിൽ സച്ചുവിൻ്റെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സച്ചു മനുവിനോട് വലിയ അടുപ്പം കാണിക്കുന്നില്ല, ദേഷ്യവും കാണിക്കുന്നില്ല. എന്നാൽ സ്നേഹം മാത്രമില്ല. പരിചയമുള്ള 2 പേർ, എന്നാൽ വലിയ അടുപ്പമില്ലാത്തവർ. ആ രീതിയിലാണ് മുൻപോട്ടുള്ള പോക്ക്. അവർക്ക് അടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഒന്ന് പുറകോട്ട് വലിക്കും പോലെ, സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരുന്ന പോലെ. മനുവും അവളെ ടീസ് ചെയ്യാറില്ല. അവൾക്ക് എല്ലാം മറക്കാനും ക്ഷമിക്കാനും പഴയ പോലെ സന്തോഷത്തോടെ മുൻപോട്ട് പോകാനുമൊക്കെ സമയം ആവശ്യമാണ്. അത് നൽകാൻ മനുവും തീരുമാനിച്ചു. അതിനിടയിൽ സ്ഥിരമായി ആൽഫിയെ തേടി മേഘയുടെ കോളുകളും മെസ്സേജുകളും എത്തിക്കൊണ്ടിരുന്നു. ഒന്നിനും മറുപടി നൽകാതെ അവൻ അവോയ്ഡ് ചെയ്തപ്പോൾ കൊച്ചിന് കലി കയറി അവനെ തേടി കോളേജിൽ വന്നു.
അന്നത്തെ ദിവസം അവൻ്റെ പപ്പും പൂടയും പറിച്ചെടുത്ത് അവളെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച് അവൻ്റെ കഴുത്തിൽ ഒരു നല്ലൊരു കുരുക്കുമിട്ടു പെണ്ണ്. മനുവിന് ശേഷം അങ്ങനെ ആൽഫിയും നന്നായി. ആ സമയങ്ങളിൽ 1-2 തവണ വർണികയുടെ മെസ്സേജ് മിഥുനെ തേടി വന്നപ്പോൾ അത് അവൻ്റെ അസ്വസ്ഥത കൂട്ടുവാണെന്ന് മനസ്സിലാക്കിയ സച്ചു എല്ലാം അവൾ ശരിയാക്കിക്കോളാം എന്ന ഉറപ്പിൽ മേൽ വർണികയോട് മിഥുൻ അല്പം സമയം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത്ര വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമല്ലാത്തവനാണ് മിഥുൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമലിലുണ്ട്. 2 ചേച്ചിമാരെ കല്യാണം കഴിപ്പിച്ചു വിടണം, കൂടാതെ കഴുത്തോളം മുങ്ങിയ കടവും. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ തന്നെ മിഥുനിലാണ്. ഒരു പ്രണയമോ കല്യാണമോ ഒന്നും ഇപ്പോൾ അവൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ അവൻ വർണികയെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചിരുന്നു. നടക്കില്ലെന്നായപ്പോഴാണ് അവൻ സച്ചുവിൻ്റെ സഹായം തേടിയത്. ആദ്യമൊക്കെ തൻ്റെ ശരീരം കണ്ടവനെ തന്നെ അവളെ കല്യാണം കഴിച്ചാൽ മതി എന്ന പിടിവാശിയായിരുന്നു വർണികയിലെങ്കിൽ പോകെ പോകെ അവൾ മിഥുനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. സച്ചുവിൽ നിന്നും മനുവിൽ നിന്നുമൊക്കെ അറിഞ്ഞ മിഥുൻ ഒരു നിധിയാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന, കുടുംബത്തിനായി വേണ്ടി മാത്രം ജീവിക്കുന്ന, തൻ്റെ ജീവിതം പോലും നോക്കാതെ ചേച്ചിമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മിഥുനെ അവൾ ഏറെ ഇഷ്ടപ്പെട്ടു പോയി. അവനിൽ നിന്നൊരു തിരിച്ചുവരവ് സാധിക്കാതെ വിധം അവളുള്ളിൽ അവൻ നിറഞ്ഞുപോയി. മിഥുനിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ അവന് കുറച്ച് വർഷങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ വർണികയുടെ പഠിപ്പ് കഴിയാനും. എല്ലാത്തിനും വേണ്ടി മിഥുന് സമയം കൊടുക്കാൻ വർണിക തയ്യാറായി. പക്ഷേ അവസാനം അവനെ അവൾക്ക് തന്നെ വേണമെന്ന് മാത്രം വർണിക സച്ചുവിനോട് പറഞ്ഞു. സച്ചു അവൾക്ക് വാക്കും കൊടുത്തു. ഇതൊന്നും അറിയാതെ വർണികയുടെ പിടിവാശിയൊക്കെ മാറിയെന്ന ആശ്വാസത്തിലാണ് മിഥുനും. കിരണിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാം ദുരൂഹമാണ്. എന്തൊക്കെയോ സംശയങ്ങൾ എല്ലാവർക്കും തോന്നിയെങ്കിലും ആരും ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല. തുറന്നു പറയേണ്ട കാര്യമാണെങ്കിൽ അവൻ പറഞ്ഞിരിക്കും. അതിനായി അവരെല്ലാം കാത്തിരിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ അതിവേഗമാണ് കടന്നുപോയത്. 1 മാസത്തോളം കഴിഞ്ഞൊരു ദിവസം രാവിലെ കണ്ണു തുറന്ന സച്ചുവിന് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെട്ടു. പീരീഡ്സ് മിസ്സായതുകൊണ്ട് തന്നെ എന്തായിരിക്കും ക്ഷീണത്തിന് കാരണമെന്ന് അവൾക്ക് ഏകദേശം അറിവുണ്ട്. 2 ദിവസമായി സംശയമുണ്ടെങ്കിലും മനുവിനോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ അവൾക്കൊരു മടി തോന്നി. കാര്യമായി ഇപ്പോഴും അവനോട് സംസാരമില്ല. അതുകൊണ്ട് തന്നെ സംശയം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പറയാമെന്ന് അവൾ കരുതി. സച്ചുവിൻ്റെ മുഖത്തെ വാട്ടമൊക്കെ കണ്ട് മനു 1-2 വട്ടം ചോദിച്ചപ്പോഴും ഒന്നുമില്ലെന്നൊരൊഴുക്കൻ മട്ടിൽ പറഞ്ഞവൾ. ബെഡിൻ്റെ മറുവശം ഇപ്പോൾ ശൂന്യമാണ്. സാധാരണ ഈ സമയത്ത് അവളിൽ തന്നെ മിഴുന്നിട്ട് നോക്കിക്കൊണ്ടൊരുവൻ വലം കൈയിൽ തലയോന്നി അവിടെ കിടപ്പുണ്ടാകും. ചിലപ്പോൾ ആൾ കിച്ചണിലായിരിക്കുമെന്ന് കരുതി സച്ചു. അവൾ തിടക്കമൊന്നും കാട്ടാതെ പതുക്കെ എഴുന്നേറ്റ് അലമാര തുറന്നു. ബാഗിൽ നിന്ന് ടെസ്റ്റ് കിറ്റ് എടുക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചിരുന്നു. വല്ലാത്തൊരു ആകാംക്ഷ അവളിൽ നിറഞ്ഞു. പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം ഉള്ളിൽ ഉരുത്തിരിഞ്ഞു മുതൽ സച്ചുവിൻ്റെ മനസ്സൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന മനുവിൻ്റെ സന്തോഷം കാണാൻ ആ നിമിഷം അവൾ ഏറെ കൊതിച്ചു. കുഞ്ഞ് വരാൻ സമയമായി എന്ന് മേൽപ്പത്തൂര് പറഞ്ഞതുകൊണ്ട് തന്നെ വല്ലാതൊരു ആത്മവിശ്വാസത്തോടെ അവൾ കിറ്റ് പൊട്ടിച്ച് സ്ട്രിപ്പ് എടുത്തവൾ ബാത്റൂമിലേക്ക് കയറി. മുന്നിൽ തെളിയുന്ന 2 പിങ്ക് വരകൾക്ക് മുകളിലേക്ക് അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരും കൂടി അടർന്നു വീണു. അമിത സന്തോഷത്താൽ വിടർന്ന ചുണ്ടുകളിൽ നിന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരാനാവാത്ത വണ്ണം ആഹ്ലാദത്താൽ നിറഞ്ഞ മിഴിനീരിനെ 2 കൈകളാലും തുടച്ചു നീക്കി സ്ട്രിപ്പുമായി അവൾ പുറത്തേക്കിറങ്ങി. ആ കണ്ണുകൾ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ തുടിപ്പിനെ അവൾക്കേകിയ അവളുടെ സ്വന്തം പ്രാണനെയാണ്. ഈ സന്തോഷം ഒട്ടും ചോരാതെ അവനിലേക്ക് ചേർക്കാൻ അവൾ ആ ഫ്ലാറ്റിൽ അവനെ തിരഞ്ഞു. റൂമിലും കിച്ചണിലും ബാൽക്കണിയിലും ഒക്കെ മനുവിനെ തേടിയെങ്കിലും എവിടെയും കണ്ടില്ല. ഫ്രണ്ട് ഡോറിനടുത്ത് പോയി നോക്കിയപ്പോൾ ഡോർ കീ ലോക്കാണ്. ആൾ എവിടെയോ പുറത്തു പോയെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ കാണാൻ, ആ ശബ്ദമൊന്ന് കേൾക്കാനൊക്കെ ഉള്ളം വല്ലാതെ തിരക്ക് കൂട്ടി. ഇനിയൊരു പിണക്കത്തിനൊന്നുമില്ലെന്ന് അവളുടെ മനസ്സ് അവളോട് തന്നെ തർക്കിച്ചു. മനുവിൻ്റെ സാമീപ്യം, സ്നേഹം, തലോടൽ എല്ലാം അവൾ ആ നിമിഷം കൊതിച്ചു തുടങ്ങി. ഫോൺ കയ്യിലെടുത്ത് അവൻ്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ഓരോ റിങ്ങിലും പതിവിലും അധികം അവളുടെ ഹൃദയം മിടിച്ചു. മറുവശം കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. അവൻ്റെ ശ്വാസം അവളുടെ കാതിൽ തട്ടി.
ഒരു നിമിഷം ഇരുവശവും മൗനമായി. സച്ചു, നേരത്തെ വെളിയിൽ അതിലും നേർത്തു പോയിരുന്നു അവളുടെ മൂളൽ. ആ നിമിഷം അവർക്കിടയിലെ അവസാന മഞ്ഞുകട്ടയും ഉരുകിയൊലിച്ചു. അവിടെ പ്രണയം മാത്രം നിറഞ്ഞു. അവളുടെ ആ ശബ്ദം മനുവിൽ കുളിർമ പടർത്തി. പഴയ സച്ചുവിനെ അതിലവൻ കണ്ടു. വിളിച്ചതെന്തേ? എപ്പോഴാ വരുന്നേ? ചോദ്യത്തിന് മറുചോദ്യം ചോദിച്ചവൾ. എന്തിനാ? ഒരു കാര്യം പറയാൻ. ഇപ്പോൾ പറഞ്ഞോ? നേരിട്ട് പറയണം. നേരത്തെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ അവരിൽ പ്രണയഭാവം നിറഞ്ഞു. സച്ചൂട്ടി, നമുക്ക് കോളേജ് കണ്ടാൽ മതിയോ? ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക. അവിടെ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലുള്ള തെളിവുകളൊക്കെ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യും. ഇന്നത്തോടെ അയാൾക്ക് വിലങ്ങും വീഴും. ഇന്ന് അയാളുടെ അറസ്റ്റ് ഉണ്ടാകും. കോളേജിൽ വന്ന ആ കാഴ്ച കൺകുളിർക്കെ നിനക്ക് കാണാം. എന്നിട്ട് നമുക്ക് സംസാരിച്ചാൽ പോരെ? അതുവരെ ഉണ്ടായിരുന്ന സോഫ്റ്റ്നെസ് ഇപ്പോൾ മനുവിൻ്റെ ശബ്ദത്തിലില്ല. എന്നാലും സ്നേഹം ഒരിറ്റു പോലും അളവ് കുറയാതെ അവൻ്റെ വാക്കുകളിൽ നിറയുന്നുണ്ട്. ആണോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അയാൾ എന്തെങ്കിലും ചെയ്യുമോ മനുവേട്ടാ? എനിക്കിത് ഓർത്തിട്ട് ആകെ പേടിയാവുന്നു. കേട്ട കാര്യത്തിൽ ആശ്വാസത്തോടൊപ്പം തന്നെ ഭയവും അവളിൽ നിറഞ്ഞു. എന്തു ചെയ്യാൻ? പോലീസ് എത്തുമ്പോഴേ അയാൾ അറിയും. പിന്നെ പുറം ലോകം പോലും അയാൾ കാണില്ല. നീ ധൈര്യമായിരിക്കെ. കോളേജ് ടൈം ആകുമ്പോൾ അങ്ങോട്ടേക്ക് വാ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. വെക്കുവാണേ, സ്റ്റേഷനെത്തി. മനു തിടുക്കത്തിൽ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായ സന്തോഷമൊക്കെ സച്ചുവിൽ മാഞ്ഞുപോയി. എന്തോ അരുതാതെ നടക്കാൻ പോകുന്ന പോലെ ഹൃദയം പിടഞ്ഞു തുടങ്ങി. തുടരും. കഥ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കഥ അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത പാർട്ടിൽ നമ്മുടെ വില്ലൻ പുറത്തേക്ക് വരും. അപ്പം വില്ലനെ കണ്ട് വില്ലനുമായി ഒരു ഫൈറ്റ് സീനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കഥ അവസാനിപ്പിക്കണ്ടേ? അപ്പോൾ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ കഥയെക്കുറിച്ചും കഥാകാരിയെക്കുറിച്ചും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ചാച്ചാ, ബൈ ബൈ.